വന്നിടണേ. അഗ്നിയിൽ സ്നാനം നൽകിയിടണേ. പാവനാത്മാവേ വേഗം വന്നിടണേ. ആത്മാവിൽ ജനനം നൽകിയിടണേ. പാവനാത്മാവേ വേഗം വന്നിടണേ. അഗ്നിയിൽ സ്നാനം നൽകിയിടണേ. ആത്മാവേ വന്നിടണേ. അഗ്നിയിൽ നാളമായി വന്നിടണേ. ആത്മാവേ വന്നിടണേ. അഗ്നിയിൽ നാളമായി വന്നിടണേ. ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ. ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ. നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ. നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ. ആത്മാവേ വന്നിടണേ. അഗ്നിയിൽ നാളമായി വന്നിടണേ. ആത്മാവേ വന്നിടണേ. അഗ്നിയിൽ നാളമായി വന്നിടണേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ഹല്ലേലൂയ. ഈ വചന വിരുന്നിലേക്ക് എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വചനം നൽകി പ്രാർത്ഥിക്കുന്നത് ഫാദർ അരുൺ വലിയ താഴത്ത് നാഗപ്പുഴ സെൻറ്റ് മേരീസ് പള്ളിയിലെ കൊച്ചച്ഛനാണ്. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ഇന്ന് ഈ ദേവാലയാങ്കണത്തിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനും അവിടുത്തെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയുന്നതിനും വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കരങ്ങൾ കൂൽപ്പാം. വലിയ സ്നേഹത്തോടെ തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ അനുഗ്രഹമായി ആശീർവാദമായി ഞാൻ ഉണ്ടാകും എന്നും നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിൻ്റെ വലിയ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് നിൻ്റെ തിരുമുൻപിലായിരിക്കുകയാണ്. നിൻ്റെ വലിയ അഭിഷേകത്തിനോട് വേണ്ടിയിട്ടുള്ള ദാഹത്തോടെ, നിൻ്റെ വലിയ സ്നേഹം, നിൻ്റെ കരുണ അവോളം ആസ്വദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് നാഥ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നീ ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായ ദാഹത്തോടെ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ മുൻപിൽ എളിമയുള്ള ഹൃദയത്തോടെ ആയിരുന്നു കൊണ്ട് വിനയമുള്ള മനസ്സോടെ പ്രാർത്ഥിക്കാൻ, അങ്ങനെ നിൻ്റെ വചനാഭിഷേകത്താൽ നിറയാൻ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ എപ്പോഴും താങ്ങായി തണലായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും, ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്ന ധ്യാന ശുശ്രൂഷകളിലെല്ലാം നിങ്ങൾ ഏറെ അനുഭവങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഈ പ്രദേശങ്ങളിലെല്ലാം കാണപ്പെടുന്നുണ്ട്. ഈ അടുത്ത നാളുകളിലെല്ലാം നമ്മുടെ ചുറ്റുപാടുമുള്ള ദേവാലയങ്ങളിലൊക്കെ തിരുനാളുകൾ നടക്കുകയാണ്.
നമ്മുടെ മക്കളെയൊക്കെ സംബന്ധിച്ച് അറിയാമല്ലോ, അമ്മയുടെ വീട്ടിൽ തിരുനാൾ, അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പം അപ്പച്ചൻ്റെ വീട്ടിൽ തിരുനാൾ. അങ്ങനെ തിരുനാളുകളുടെ നീണ്ട നിര തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചുറ്റും നടന്നു കഴിഞ്ഞു. ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ പള്ളികൾ മാറി മാറി തിരുനാളുകൾ ആഘോഷിക്കുന്നതിന് വേണ്ടി പോകാറുള്ളത്? ഓരോ തിരുനാളുകളും ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ഓർമ്മയാചരിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടാടുന്നതാണല്ലോ. ദേവാലയത്തിൽ നമ്മൾ പോകുന്നു, ആ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ മാധ്യസ്ഥം യാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു, വലിയ സന്തോഷത്തോടെ അനുഗ്രഹങ്ങൾ വാങ്ങി നമ്മൾ തിരിച്ചു പോരുന്നു. അതിനുമപ്പുറത്ത് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ അറിയാം, എന്തിനാ മോനെ തിരുനാളിന് പോവുക? കൃത്യമായിട്ടുള്ള ഉത്തരം വന്നു കഴിഞ്ഞു, വണ്ടി മേടിക്കാൻ. നമ്മുടെ പെൺകുട്ടികളോട് ചോദിച്ചാൽ അറിയാം, മാല മേടിക്കുക, വള മേടിക്കുക. എന്തു തന്നെയായാലും നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സമയങ്ങളാണ് ഓരോ തിരുനാളുകളും. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഓരോ വിശുദ്ധനും അല്ലെങ്കിൽ വിശുദ്ധയും വിശുദ്ധിയുടെ ഉത്തംഗ ശൃംഗങ്ങളിൽ ഉപവിഷ്ടരായിരിക്കുക? ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഓരോരോ ഉത്തരങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടാകും. അതെന്തു തന്നെയായാലും നിങ്ങളുടെ മനസ്സുകളിൽ ഇരിക്കട്ടെ. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്ന ഒരു ഉത്തരം ഇതാണ്. ജീവിതത്തിൽ അവരുടെ മുൻപിൽ അവർക്ക് ആയിത്തീരാമായിരുന്ന ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഉന്നതകളിലേക്ക് കടന്നു ചെല്ലാമാകുന്ന ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. അതെല്ലാം വേണ്ട എന്ന് വെച്ച് തങ്ങൾ വിശ്വസിച്ച, തങ്ങൾ അനുഭവിച്ചറിഞ്ഞ തമ്പുരാൻ പറഞ്ഞുകൊടുത്ത ജീവിത മാർഗങ്ങളെ ജീവിതത്തിൽ സ്വന്തമായി സൂക്ഷിച്ചുകൊണ്ട് ഈശോ മിശിഹായിൽ ആഴമായി വിശ്വസിച്ച് മുൻപോട്ട് പോയി എന്നതു മാത്രമാണ് അവരുടെ ജീവിതത്തെ വിശുദ്ധിയുടെ ഉത്തംഗ ശൃംഗങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയത് എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടല്ലേ ഇന്നും നമ്മൾ ഓരോ വിശുദ്ധനെയും വിശുദ്ധയെയും ഓർക്കുകയും അവരുടെ മുൻപിൽ പോയി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുള്ളത്. ഞങ്ങൾ സെമിനാരിയിൽ ഏതാണ്ട് 10-11 വർഷക്കാലം പഠിക്കണം. ഈ പഠനത്തിൻ്റെ പരിസമാപ്തി എന്ന രീതിയിൽ നമ്മുടെ പട്ടത്തിന് ഏകദേശം 1-2 മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ നമ്മളെ വിളിച്ചിട്ട് പറയും, ശമാശ ഇന്ന ദിവസം പട്ടം സ്വീകരിക്കാം, കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് എന്ന് പറയും. എന്നെ സംബന്ധിച്ച് ഞാൻ അച്ഛനായിട്ട് 1-2 മാസങ്ങളെ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു എൻ്റെ പുത്തൻ കുർബാന. ഏതാണ്ട് നവംബർ മാസം പകുതിയോടുകൂടി മംഗലപ്പുഴ സെമിനാരിയിലെ ഞങ്ങളുടെ അധികാരികൾ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചു ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ പട്ടം സ്വീകരിക്കാം. ഞങ്ങൾ ഓരോരുത്തരെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തി. ഞങ്ങൾക്ക് വലിയ സന്തോഷം. കാരണം ഇത്രയും നീണ്ട വർഷങ്ങൾ എന്തിനു വേണ്ടി അധ്വാനിച്ചോ, എന്താഗ്രഹത്തോടു കൂടി ജീവിച്ചോ, അത് കരഗതമാകാൻ പോകുന്ന ഒരു ആത്മസംതൃപ്തിയോടെയായിരുന്നു ഞങ്ങളെല്ലാവരും. എന്തുതന്നെയായാലും ഞങ്ങളുടെ ആ വലിയ സന്തോഷം അധിക ദിവസങ്ങൾ നീണ്ടു നിന്നില്ല. കാരണം മറ്റൊന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ ബാച്ചിൽപ്പെട്ട തലശ്ശേരി അതിരൂപതയിലെ ഒരു ബ്രദറിനെയും അച്ഛൻ വിളിച്ച് ഇതുപോലെ പറഞ്ഞു, വലിയ സന്തോഷം. ബ്രദറിനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, അപ്പച്ച ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ, വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ചു. അങ്ങനെ ആ ബ്രദറിൻ്റെ വീട്ടിലും ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ബ്രദറിൻ്റെ അപ്പച്ചന് ഒരു അസുഖം. അപ്പച്ചൻ ആശുപത്രിയിലായി. ബ്രദർ വീട്ടിലേക്ക് പോയി. ഏകദേശം 3 ദിവസമേ അപ്പച്ചൻ ആശുപത്രിയിൽ കിടന്നുള്ളൂ. 3-ാമത്തെ ദിവസം ഈ അപ്പച്ചൻ മരിക്കുക. ഈ അപ്പച്ചൻ്റെ മതസംസ്കാര ശുശ്രൂഷകൾക്ക് ഞങ്ങൾ മംഗലപ്പുഴ സെമിനാരിയിൽ നിന്നും ഒരുപാട് അച്ഛന്മാരും ബ്രദേഴ്സും ഒക്കെ പോയിരുന്നു. തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഇടവക ദേവാലയം നിറയെ ആളുകൾ, ദേവാലയ അങ്കണം നിറയെ ആളുകളുണ്ട്. ഞങ്ങളെല്ലാവരും ആ ദേവാലയത്തിലായിരിക്കുന്നു. ഏതാണ്ട് മൃതസംസ്കാര ശുശ്രൂഷകളുടെ അവസാന ഭാഗമായപ്പോൾ ഈ ശമാശൻ അൾത്താരയിൽ നിന്ന് അവിടെ വന്നിരുന്ന എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞു. അന്ന് ആ ബ്രദർ പറഞ്ഞ നന്ദിയുടെ വാക്കുകൾ കേട്ടവരിൽ കണ്ണു നിറയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. കാരണം ബ്രദർ ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ചേതനയേറ്റ ശരീരം, അതിൻ്റെ സമീപത്ത് നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, ബ്രദർ തൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയെ വിളിച്ചു, അമ്മച്ചി വിഷമിക്കരുത്. കാരണം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി മലയുടെ മുകളിൽ ഇതുപോലെ ഒരമ്മ നിന്നിരുന്നു. അമ്മയ്ക്ക് സ്വന്തമായി ആരും ഉണ്ടായിരുന്നില്ല. എന്നും ജീവിതത്തിൽ കൈത്താങ്ങാകുമെന്ന് കരുതിയ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നേരത്തെ തന്നെ ഉപേക്ഷിച്ചു പോയി. എന്നും തന്നോടൊപ്പം ഉണ്ടാകും, തന്നെ സംരക്ഷിക്കുമെന്ന് കരുതിയ തൻ്റെ പ്രിയപ്പെട്ട മകൻ അതാ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. എന്നിട്ടും ആ വലിയ വേദനയെ ആ അമ്മ സന്തോഷത്തോടെ സ്വീകരിച്ചു. ശരിയാണ്, ഈ വരുന്ന ഡിസംബർ മാസം 29-ാം തീയതി നമ്മുടെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന എൻ്റെ സ്വപ്നമായിരുന്ന എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിനും
എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണത്തിനും നമ്മുടെ അപ്പച്ചനില്ല. പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നമ്മുടെ ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നീണ്ട 10-11 വർഷക്കാലം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് തൻ്റെ ജീവിതത്തിൽ തനിക്കായിത്തീരാമായിരുന്ന എല്ലാ സാധ്യതകളും വേണ്ട എന്ന് വെച്ച് തൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് വർഷങ്ങളായി തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ മുട്ടിന്മേൽ നിന്ന് എത്തിച്ച ജപമാലകളുടെ ഫലമായി താൻ സ്വപ്നം കണ്ട, തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ വർഷങ്ങളായി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന തൻ്റെ പ്രിയപ്പെട്ട പൗരോഹിത്യം സ്വന്തമാക്കുന്നത് കാണാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച തൻ്റെ പ്രിയപ്പെട്ട പിതാവ് തൻ്റെ ഒപ്പമില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അന്ന് ആ ബ്രദർ പറഞ്ഞ വചനം, ജെറമയ്യ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നമ്മുടെ ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന്. സ്നേഹമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുക എങ്കിൽ എന്തായിരിക്കും നമ്മൾ പറയുന്ന മറുപടി? പലപ്പോഴും നമ്മളൊക്കെ പറയാറില്ലേ, അച്ഛാ എത്രയോ കാലമായി പ്രാർത്ഥിക്കുന്നു, മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എൻ്റെ പ്രാർത്ഥനകൾക്കൊന്നും ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത്? അതിനു കാരണം മറ്റൊന്നുമല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ വലിയ വിശ്വാസികളാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉള്ളപ്പോൾ വലിയ വിശ്വാസികൾ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നു. എന്നാൽ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ തീവ്രതയേറുന്നത് എപ്പോഴാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബാങ്ക് ലോക്കർ സംവിധാനം പോലെ ആയി പോകാറുണ്ടോ എന്ന്. കാരണം മറ്റൊന്നുമല്ല, ബാങ്കിൽ പ്രത്യേകം നമുക്കൊക്കെ അറിയാമല്ലോ, അപ്പച്ചന്മാരെ സംബന്ധിച്ച് ഒരു ഇച്ചിരി പൈസ ഷീറ്റൊക്കെ വിട്ട് കൂടുതൽ കിട്ടി എന്നാ ചെയ്യും? കൊണ്ടുപോയി ബാങ്കിലിടുന്നത്. കാരണം നമുക്ക് സ്വസ്ഥതയുണ്ടല്ലോ. അമ്മച്ചിമാരെ സംബന്ധിച്ചും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ഇച്ചിരി മാലയും സ്വർണവും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ എന്നാ. ഇപ്പം നമ്മുടെ ബ്ലാക്ക് മാനും വൈറ്റ് മാനൊക്കെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ആകെ ഒരു അങ്കലാപ്പാണല്ലോ. നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെ കൊണ്ടുപോയി ബാങ്കിലിടും. ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി സേഫായി വെച്ച് പൂട്ടും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേക പൊതുപരിപാടികളൊക്കെ വരുമ്പം അല്പം ഭംഗിയായിട്ടൊക്കെ പോകണമല്ലോ, നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല മാലയൊക്കെ ഇട്ട് പോകുമ്പം ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പം തലേദിവസം വൈകുന്നേരം രാവിലെ പോയി എടുക്കും, എന്നിട്ട് നല്ല മനോഹരമായിട്ട് പോകുന്നു. ഒത്താൽ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുപോയി അവിടെ വെക്കും. കാരണം നമുക്ക് സ്വസ്ഥതയുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതവും ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന, എൻ്റെ ശരീരത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരട്ടെ, ഒരു പ്രതിസന്ധി വരട്ടെ, നമ്മൾ പോകും, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, ദേവാലയത്തിൽ പോയി മുട്ടിന്മേൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും, ചങ്കത്തിടിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ സന്തോഷവും സമാധാനവും ഉള്ളപ്പോഴോ ഈ ദേവാലയത്തിൻ്റെ മുൻപിലുള്ള ഈ റോട്ടിലൂടെ കടന്നു പോയാലും നമ്മൾ സുഖമായിട്ട് അങ്ങ് പോകും. ഒരു വിഷമം ഉണ്ടെങ്കിലോ കയറി 1-2 പാക്കറ്റ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് നാഗപ്പഴമ്മേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. ശരിയല്ലേ? ശരിക്കും നമ്മുടെ വിശ്വാസം ഇങ്ങനെയായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യക്തമായ ഉത്തരം തമ്പുരാൻ തരാതെ പോകുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളൊരു സക്കേവൂസിനെ കാണുന്നുണ്ട്. സക്കേവൂസിൻ്റെ കഥ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മൾ പല തവണ വായിച്ച് കേട്ടിട്ടുണ്ട്, പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. സക്കേവൂസ് ഈശോയെ കാണുമെന്ന് ആഗ്രഹിക്കുന്നു, ഓടുന്നു, മരത്തിൽ കയറുന്നു, ഈശോ അവനെ കണ്ടുപിടിക്കുന്നു, വിളിച്ചിറക്കുന്നു, വീട്ടിൽ പോകുന്നു, അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോരുന്നു. ഇതാണ് സംഭവം. എനിക്കിതിൽ പറയാനുള്ളത്, സക്കേവൂസിൻ്റെ ജീവിതത്തിലെല്ലാം ഉണ്ടായിരുന്നു, എല്ലാ സന്തോഷവും സമാധാനവും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുറവ്. ആ കുറവിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ആത്മീയ ശൂന്യത എന്ന് വിളിക്കാം. ഈ ആത്മീയ ശൂന്യതയെ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഓടി മരത്തിൽ കയറിയതും അവിടെ ചെന്ന് തമ്പുരാൻ ഇവനെ വിളിച്ചിറക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമൊക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചു, ക്രിസ്തു സക്കേവൂസിനോടൊപ്പം അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ അനുഗ്രഹിച്ചിട്ട് തിരികെ പോന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പല സ്ഥലങ്ങളിലൂടെ പലവിധ ജോലികളിൽ വ്യാപൃതരായി നടക്കുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെയെല്ലാം ഈ ദേവാലയ അങ്കണത്തിൽ ദൈവം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളും സക്കേവൂസിനെ പോലെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യതയുണ്ടല്ലോ തമ്പുരാനെ എന്ന തിരിച്ചറിവ് വന്നപ്പോൾ ഇവിടെ വന്നിരുന്ന് ഈ കൺവെൻഷനിൽ പങ്കുകൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ തമ്പുരാൻ
നമ്മുടെ വീടുകളിലേക്ക് വരും. എന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് തിരിച്ച് പോകുമോ? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. തമ്പുരാൻ നമ്മളെ വിളിച്ചിറക്കി നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോകുമോ? ഈ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴം ഉണ്ടായേ മതിയാകൂ. ആഴമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ തമ്പുരാൻ്റെ ഈ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ കോതമംഗലം രൂപതയിൽ തൊടുപുഴയ്ക്കടുത്ത് ഡിവൈൻ നേഴ്സറി ഷൈൻ എന്ന് പറയുന്ന മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിപ്പോകുന്നുണ്ട്. ഒരു വെള്ളിയാഴ്ച ഞാൻ അവിടെ വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിമുറിയിലിരിക്കുകയാണ്. അന്നേരം ഒരു അമ്മച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛാ എനിക്ക് സന്തോഷമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം അമ്മച്ചിയുടെ മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി അമ്മച്ചി? അച്ഛാ ഒന്നും പറയണ്ട, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിക്ക് എന്തോ കുഴപ്പമുണ്ട്. വെറുതെ സന്തോഷം എന്ന് പറയുമ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അമ്മച്ചി ഉടനെ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. വളരെ ശക്തമായൊരു വിവരണം അമ്മച്ചി എനിക്ക് തരിക. ചുരുക്കി പറഞ്ഞാൽ അമ്മച്ചി ഏതാണ്ട് ഒരു 5-6 മാസങ്ങൾക്ക് മുൻപ് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് കണ്ണുനീരോടെ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു വീട് വേണം, അതാണ് അമ്മച്ചിയുടെ ആഗ്രഹം. വീടിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. 1, 2, 3, 4 ആഴ്ചകളോളം വന്ന് പ്രാർത്ഥിച്ചു. ഒരനക്കവും ഇല്ല. അവസാനം അമ്മച്ചി ഒരു കാര്യം ചെയ്തു. അമ്മച്ചി വന്ന വഴിയെ അവിടെ ആ ഷ്രൈൻ്റെ മുമ്പിലൊരു സ്റ്റോളുണ്ട്. അവിടെ കയറി 10 രൂപ കൊടുത്ത് ഒരു കെട്ട് മെഴുകുതിരി മേടിച്ചു. അവിടെ ഒരു നേർച്ചയുണ്ട്. നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഒരു കെട്ട് മെഴുകുതിരി മേടിച്ച് മാതാവിന് സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അമ്മച്ചി ഒരു കെട്ട് മെഴുകുതിരി മേടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കി തന്നതിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന്. എന്നിട്ട് ഈ അമ്മച്ചി പറയാ, എൻ്റെ അച്ഛാ സത്യത്തിൽ അന്നേ ദിവസം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും എനിക്കൊരു വീട് പണിയണമെന്ന ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടത് എന്നതിനപ്പുറത്ത് എൻ്റെ കുടുംബത്തിൽ പോലും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച പോലും തുടങ്ങിയിരുന്നില്ല. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണക്കാരിയായ അമ്മച്ചിയുടെ വിശ്വാസം, വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല, വിദ്യാഭ്യാസ യോഗ്യതകളില്ല. എന്നിട്ടും ആ അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ആഴം കണ്ടില്ലേ? വിശ്വാസത്തിൻ്റെ ആഴം കണ്ടില്ലേ? എൻ്റെ ദൈവം എനിക്ക് തരും എന്ന ഉറച്ച ബോധ്യം. ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് കിട്ടുമായിരിക്കും, ഏതായാലും കൺവെൻഷനാ, ഒന്ന് പോയി നോക്കാം, സൗഖ്യം കിട്ടിയാലോ, പരീക്ഷയ്ക്ക് ജയിച്ചാലോ, വിദേശത്ത് പോകാൻ ഒരു സാധ്യത വന്നാലോ. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ പല പ്രതിസന്ധികൾക്കും കാരണം. ഈശോ പറയുന്നില്ലേ, എൻ്റെ മകനെ മകളെ നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടോ? നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന്. ഇതുപോലെ വലിയ ഒരു മലയെ കടലിൽ കൊണ്ടുപോയി ചാടിച്ച അമ്മച്ചിയുടെ ഒരു കഥയാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക്. എത്രയെത്ര അനുഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. വലിയ വലിയ പല മലകളെയും ഉരുക്കിക്കളഞ്ഞ സംഭവങ്ങൾ. ഇവിടെയാണ് തമ്പുരാൻ്റെ കൃപ നമ്മളിൽ പ്രകടമാവുക. നമ്മുടെ ആഴമായ വിശ്വാസത്തിൽ. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ കാർന്നു ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ ഭാവങ്ങൾ മാറാറുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മളിൽ തന്നെ ക്ഷയിച്ചു പോകാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ആയിരിക്കണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതും വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നിന്റെ ഹൃദയം നുറുങ്ങപ്പെടണം, നിന്റെ മനമുരുകണം. നിന്റെ ഹൃദയം നുറുങ്ങി മരമുരുകി നീ ദൈവത്തെ വിളിക്ക്. അവിടെ ദൈവം നിനക്ക് അനുഗ്രഹങ്ങൾ തരും. കൃപയുടെ വലിയ വർഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനു നീ തയ്യാറാണോ? നിന്റെ പ്രാർത്ഥന കണ്ണുനീരോടെ ആയിരിക്കണം. കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചാലേ തമ്പുരാൻ നിനക്ക് ഉത്തരം തരൂ. ഇത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നതാ. പഴയ നിയമഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നില്ലേ ഒരു അബ്രാഹത്തിനെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തിനെ, എന്നും ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്തയോടെ ജീവിച്ച വ്യക്തി ഒരു കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവസാനം കൊടുത്തു ദൈവം ഒരു കുഞ്ഞിനെ. വലിയ സന്തോഷം. പക്ഷേ ആ സന്തോഷത്തിനൊരു പൂർണ്ണതയില്ല. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ പറയുകയാണ് അവനെ ബലിയർപ്പിക്കണമെന്ന്. അബ്രാഹാം ഒട്ടും മടിയുന്നില്ല. യാതൊരു മടിയും അവൻ്റെ ജീവിതത്തിലില്ല. അവൻ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ബലിയർപ്പിക്കാനായി മലയുടെ മുകളിലേക്ക് പോവുക. എന്തുകൊണ്ടാ? അബ്രാഹത്തിന് അറിയാം തനിക്ക് ഈ വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞിനെ നൽകിയ ദൈവത്തിന് അവനെ രക്ഷിക്കാനുള്ള കഴിവുമുണ്ട് എന്ന്. അബ്രാഹത്തിൻ്റെ ആഴമായ വിശ്വാസം. വീണ്ടും മുൻപോട്ട് വരുമ്പോൾ നമ്മളൊരു ജോബിനെ കാണുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാം കൊടുത്തു, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, മക്കൾ, എല്ലാം.
ദൈവം ഓരോന്നോരോന്നായി തിരിച്ചെടുക്കുകയാണ്. അവസാനം എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ സ്വന്തം ഭാര്യ പോലും അവനോട് പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യ, ഇനിയെങ്കിലും ദൈവത്തെ ഉപേക്ഷിച്ച് നേരായ രീതിയിലേക്ക് വാ എന്ന്. അവിടെ ജോബ് പറയുന്ന മറുപടി എന്താ? കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. വീണ്ടും മുൻപോട്ട് വരുമ്പം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഒരു രക്തസ്രാവക്കായ സ്ത്രീയെ, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന ആഴമായ വിശ്വാസം. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അന്ധനായ ഒരു ബർത്തിമേയുസിനെ. അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് സൗഖ്യം തരണമേ, എനിക്ക് കാഴ്ച തിരിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് കണ്ണുനീരോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് എടുത്തു വെക്കാവുന്ന ഉദാഹരണങ്ങളാണ്. വിശ്വാസത്തിൻ്റെ, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയുടെ, ആഴമായ ബോധ്യങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ജീവിച്ച വ്യക്തികളുടെ ഉദാഹരണങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവത്തെ വിളിച്ചു കരയുക, വിശ്വാസത്തോടെ നീ വിളിച്ചു കരയുക. അപ്പോൾ എന്ത് സംഭവിക്കും? അതും വിശുദ്ധ ഗ്രന്ഥം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സങ്കീർത്തകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, ഞാൻ കർത്താവിനെ തേടി, അവൻ എനിക്ക് ഉത്തരമരുളി എന്ന്. കണ്ണുനീരോടെ കർത്താവിനെ തേടുമ്പോൾ, കർത്താവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഉത്തരം തരും. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥാനം എവിടെ? അതുമാത്രം നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആഴമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ശക്തമായ ഭാഷയിൽ തമ്പുരാനോട് സംസാരിക്കാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടെ തമ്പുരാൻ കൃപകൾ ധാരാളമായി നമുക്ക് നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസരാഹിത്യം തടസ്സമാകുന്നുണ്ട് എങ്കിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും എന്നെങ്കിലും എൻ്റെ ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തുടങ്ങണം പ്രാർത്ഥിക്കാൻ. ദൈവമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. അങ്ങനെ നിന്നിലുള്ള ബോധ്യത്തിൽ, നിന്നിലുള്ള വിശ്വാസത്തിൽ രൂഢമൂലമായി വളരാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന്. അവിടെയാണ് തമ്പുരാൻ്റെ കൃപ സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് വസിക്കുമെന്ന്. തമ്പുരാൻ്റെ സ്വരം കേട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു കൊടുക്കാം. തമ്പുരാൻ നമ്മളിലേക്ക് വരട്ടെ, അനവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഹൃദയവാതിലുകളെ നമുക്ക് തുറന്നു കൊടുക്കാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ നിറവ് ലഭിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. ആത്മാർത്ഥതയോടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ആ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അവസാനമായി ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഏതാനും നാളുകൾക്ക് മുൻപ് കണ്ട ഒരു കൊച്ചു കാർട്ടൂണാണ്. ഈ കാർട്ടൂൺ കലാകാരൻ 3 കോളങ്ങളിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുക. 1-ാമത്തെ കോളത്തിൽ ഒരു പശു റെയിൽവേ ട്രാക്കിൽ നിന്നുകൊണ്ട് പുല്ല് തിന്നുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ പുല്ലുകൾ വളർന്നിട്ടുണ്ടാവും. ഈ പശു വിശാലമായിട്ട് അവിടെ നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുക. 2-ാമത്തെ കോളത്തിലേക്ക് ഒരു ചിത്രം, ഒരു ട്രെയിൻ ചൂളം വിളിച്ചുകൊണ്ട് കടന്നു വരുന്നു. 3-ാമത്തെ കോളത്തിലാകട്ടെ ചിന്നി ചിതറി കിടക്കുന്ന കുറേ ഇറച്ചി കഷ്ണങ്ങളാണ്. ഇതിനെല്ലാം ശേഷം ഇതിനടിയിൽ ഈ കലാകാരൻ ഒരു വാചകം കൂടി എഴുതി വെച്ചു, അല്പമൊന്ന് മാറി നടന്നിരുന്നു എങ്കിലെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സബര്യകളിൽ നിന്നും ഈ 3-4 ദിവസങ്ങൾ നമ്മൾ അല്പമൊന്ന് മാറി നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഒരു ആത്മീയ ശൂന്യത കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, ആ ശൂന്യതയെ നിറവാക്കി മാറ്റാൻ, കുറവുകളെ നിറവുകളാക്കുന്ന തമ്പുരാൻ്റെ മുൻപിൽ ആത്മാർത്ഥതയോടെ ആകാംക്ഷയോടെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്പമൊന്ന് മാറാൻ, ഒരു കാതം തമ്പുരാനിലേക്ക് വെക്കാൻ സഖ്യബൂസ് ചെയ്തില്ലേ? അവൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി, ദൈവം അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ജീവിത സബരിയിൽ നിന്നും അല്പമൊന്ന് മാറാൻ സാധിച്ചാൽ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും, നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം തരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാലിൻ്റെ മുട്ടിൻ്റെ അസ്ഥി തേഞ്ഞ് കഴിഞ്ഞ മാസം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അസ്ഥി ദ്രവിക്കണുണ്ട്. എത്ര എടുത്തിട്ട് പറഞ്ഞു അസ്ഥി കാൽമുട്ടിന്റെ അസ്ഥികൾ ദ്രവിക്കുക, മാഞ്ഞു പോയി. അങ്ങോട്ട് ദ്രവിക്കുക.
നടക്കുകയൊന്നും ചെയ്യരുത്. അമ്മച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ത്രേസ്യാമ്മ, തൈമറ്റം. വേദനയുണ്ടോ? ഇല്ല, മിന്നുമായിരുന്നു. നടക്കുമ്പോഴൊക്കെ മിന്നുമായിരുന്നു. ഇറങ്ങാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പെരുന്നാളിന് വന്നിട്ട് ഇന്ന് ധ്യാനത്തിനാണ് വന്നത്. മുതലക്കുടത്തിന് ഞാൻ പോകും, പള്ളിയിൽ പോയി ഇരുന്ന് കുർബാന കാണാൻ വേണ്ടിയിട്ട് രാവിലെ പോകും. 95 തുടങ്ങിയ 2 കാലിൻ്റെ അസ്ഥി തേഞ്ഞ് ദശയും തേഞ്ഞ് വിട്ടുപോയി. ഓപ്പറേഷൻ വേണമെന്ന് എന്നോട് പറഞ്ഞു. കരമൊന്ന് ഉയർത്തി അടിച്ചു നന്ദി പറയാമോ? ദ്രവിച്ചുപോയ കാൽമുട്ടുകളെ പുനഃസൃഷ്ടിക്കുന്ന കർത്താവ് ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച യേശുവിന് പുതിയ മുട്ടു സൃഷ്ടിക്കാൻ ഒരു പ്രയാസവുമില്ല. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന അമ്മച്ചിക്ക് എന്താ അനുഭവം തോന്നിയത്? മുട്ടിന്റെ മിന്നൽ അങ്ങ് മാറി. ഞാൻ ഏറ്റ് കൈ കൊട്ടാൻ നേരത്തൊക്കെ പെട്ടെന്ന് കസാരയിൽ ഞാൻ ഏറ്റ് കൈയൊക്കെ കൊട്ടി, അല്ലെങ്കിൽ മുട്ട് മിന്നിട്ട് എനിക്ക് കേൾക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ വീടിനും ചുറ്റും നടക്കുമല്ലാതെ പുറത്തേക്ക് ഇറങ്ങൂലായിരുന്നു കാലം കൊണ്ട്. ഈ 4 ദിവസം ധ്യാനത്തിന് വന്നു, അമ്മയുടെ അടുത്ത് വന്ന് കുർബാനയും കണ്ടു, സംസാരിച്ച് എല്ലാം. അമ്മച്ചി നിനക്കറിയുന്ന കണ്ണുനീര് വരും. എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ കരയുന്നത്. അമ്മച്ചി സന്തോഷം കൊണ്ട് കരയുകയാണ്. ഹല്ലേലൂയ. ദ്രവിച്ച കാൽമുട്ട് പുനഃസൃഷ്ടിച്ച കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. യേശു യേശു അവനാരിലും വലിയവൻ. ജ്വാലയാ റൂഹായി വരേണമേ, തീജ്വാലയാ റൂഹായി വരേണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായി വരേണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ.